ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ നല്ല വെയിലാണല്ലോ, അപ്പോൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊക്കെ കരിവാളിക്കില്ലേ, ആ കരിവാളിപ്പൊക്കെ മാറാനൊക്കെ പറ്റിയ കടലമാവ് ചേർത്തുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ മുഖത്തല്ല തേച്ച് കൊടുക്കുന്നത്, വാവയുടെ മുഖത്താണ്. വാവയുടെ മുഖം അത്യാവശ്യം കരുവാളിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവൾക്ക് മുഖത്ത് തേച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ഇടയ്ക്കൊക്കെ ഈ കടലമാവ് ചേർത്തുള്ള പാക്കൊക്കെ തേക്കാറുണ്ട് കേട്ടോ. ഈ കടലമാവ് എല്ലാവർക്കും നല്ലതാണ്. ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ കടലമാവ് സോപ്പിന് പകരമൊക്കെ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മുഖത്ത് കാണുന്ന എന്തെങ്കിലും കുരുക്കളോ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കടലമാവ് ചേർത്തുള്ള നല്ല അടിപൊളി ഒരു പാക്ക് തയ്യാറാക്കാവേ. സ്കിന്ന് ഒന്നും കൂടെ ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ മുഖത്ത് കാണുന്ന കുരുക്കൾ പോകാനും ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാക്ക് വേഗം തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് വേഗം തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടലമാവ് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഞാനൊരു 1.5 സ്പൂൺ അളവിൽ കടലമാവ് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് അവളുടെ കയ്യിലൊക്കെ തേച്ച് കൊടുത്തോളൂ. കടലമാവ് ഇട്ടു. പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. ഒരുപാട് മഞ്ഞൾ നിറമൊന്നും വേണ്ട, ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു മഞ്ഞ കളർ മതി. പിന്നെ അത് മാത്രമല്ല, മുഖത്ത് കാണുന്ന എന്തെങ്കിലും കുരുക്കളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് കരിഞ്ഞു പോയിക്കോളും. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബീറ്റ്റൂട്ട് പൗഡറാണ്. ബീറ്റ്റൂട്ട് പൗഡർ ഒരു കുറച്ച് മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം എടുത്താൽ മതി. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, കടലമാവും മഞ്ഞൾപ്പൊടിയും പാലും മാത്രമായാലും മതി കേട്ടോ. അപ്പോൾ കുറച്ച് ബീറ്റ്റൂട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബീറ്റ്റൂട്ട് പൗഡർ ചേർത്ത പാക്കൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഇടയ്ക്കൊക്കെ തേക്കുന്നതുകൊണ്ട് ഇവർക്ക് അങ്ങനെ വലിയ അലർജി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ബീറ്റ്റൂട്ട് പൗഡറൊക്കെ തേക്കുന്നുണ്ട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നോക്കുക അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തേച്ചാൽ മതിയേ. ഇതിലോട്ട് തിളപ്പിക്കാത്ത പാലാണ്. പാലും കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ. ഈ ഒരു പാക്ക് വലിയവർക്കൊക്കെ തേക്കാട്ടോ. ഈ ചെറിയ പിള്ളേർ ഉദ്ദേശിക്കുന്നത് ഒരു 12 വയസ്സുള്ള പിള്ളേർ തൊട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയണത്. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഈ ബീറ്റ്റൂട്ട് പൗഡറൊന്നും വേണ്ട, അവർക്ക് കടലമാവ് തന്നെ മതി. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് കട്ടിയാവും കേട്ടോ. അന്നേരം നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് പാക്കൊന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. പകുതി തേച്ച് കഴിഞ്ഞപ്പോഴാണ് ആദ്യമേ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാം. ഈ ഡ്രൈ സ്കിന്ന് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ പാക്കിലോട്ട് കുറച്ച് ആൽമണ്ട് ഓയിലൊന്ന് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇടയ്ക്കിടയ്ക്ക് കടലമാവ് ചേർത്തുള്ള പല പാക്കുകളും തേക്കാറുണ്ട്. മഞ്ഞൾപ്പൊടി, റോസ് വാട്ടർ ഇതൊക്കെ മിക്സ് ചെയ്തൊക്കെ തേക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വലിയ അങ്ങനെ കുരുക്കൾ ഒരുപാടൊന്നുമില്ലേ. കട്ടി തേച്ചേരട്ടെ. എന്താടാ ഉടുപ്പ് പറയും. അപ്പോൾ ഉടുപ്പ് ടൈറ്റാണ്. അപ്പോൾ ഞാനെടുത്ത പാക്ക് ഇതാ കറക്റ്റ് തന്നെ കേട്ടോ. കുറച്ചൊന്ന് ബാലൻസ് ഒന്നും നോക്കല്ലേ. ഒരുപാടങ്ങ് ഡ്രൈ ആവണ്ട കേട്ടോ ബാവേ. ഒരു 15-20 ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവും. അന്നേരം കഴുകി കളയണം കേട്ടോ. തേച്ച് കഴിഞ്ഞ് ഇനി ഒരു 15-20 കഴിയുമ്പോൾ നമുക്ക് വൃത്തിയൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരു കുളിയൊക്കെ കഴിയുമ്പോൾ ഇനി കുഞ്ഞാവൻ ഇനി കാണുള്ളൂ കേട്ടോ. അവളെ താളി തേക്കാനുള്ള
ചെമ്പരത്തി പൂവ്, ചെമ്പരത്തിയുടെ ഇലയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അവൾക്ക് താളിയും കൂടി ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ തല നിറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് താളിയൊക്കെ ഉപയോഗിച്ച് തലയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആളങ്ങ് സുന്ദരി കുട്ടിയാവും അല്ലേ? മുടി ഒതുക്കി വെച്ചേ. ആ ഇപ്പോഴും സുന്ദരിയാവോ? അത് ട്രൈ ആവട്ടെ. ആവച്ചി കുറച്ച് പൂവേ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് പൂ പറിച്ചു കൊടുക്കാമെന്ന് കരുതി. ചെമ്പരത്തി പൂ ഉണ്ടെങ്കിലല്ല മുടി നന്നായിട്ട് വളരാനും താരം പോകാനൊക്കെ നല്ലതാണ്. ചെമ്പരത്തിയുടെ പൂവും ഇലയൊക്കെ പറിച്ച് നമ്മുടെ ചെമ്പരത്തിയുടെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇനി ഇവിടെ ഇല പറിക്കില്ല കേട്ടോ, ഇനി പൂ മാത്രമേ പറിക്കുള്ളൂ. അതിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയുണ്ട്, അത് പറിച്ചെടുക്കാം. എന്താ വണ്ടിയിൽ ആണോടോ? ഇനി നമുക്ക് താളി ഒന്നാക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയും പിന്നെ ഇതിലോട്ടുണ്ടല്ലോ പനിക്കൂർക്കയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നീരിറക്കൊന്നും വരാതിരിക്കാനായിട്ടാണ്. ഇത് മൂന്നും കൂടി ചേർത്ത ഒരു താളിയാട്ട വാവയുടെ തലമുടി തേച്ച് കൊടുക്കുന്നത്. ഇത് മുടി വളരാനൊക്കെ നല്ലതാണ്, പിന്നെ മുടി താരനുണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്, മുടിക്ക് കറുപ്പ് കിട്ടാനും ഈ ഒരു താളി അടിപൊളിയാണ് കേട്ടോ. നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ മസാജല്ല, ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് അങ്ങ് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം പതയായിട്ട് കിട്ടുമേ. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലെ ജാറിൽ വേണമെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആവുമേ. അപ്പോൾ നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ നമുക്ക് ഇതുപോലെ ഒന്ന് താളി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ കൈക്ക് ഇങ്ങനെ കഴിയുമ്പോൾ നല്ലൊരു മസാജും കൂടിയാണ്, കൈ നല്ലൊരു സോഫ്റ്റ് ആകും. നമ്മുടെ പാത്രം കഴിയും തുണിയും കഴിയൊക്കെ പറ്റി നമ്മുടെ കൈക്ക് നല്ല ഹാർഡായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈകളും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഞാൻ വെടി താളിത റെഡി ആയിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കുന്നുണ്ടല്ലോ ഒരു ചുവന്ന കളറായിരിക്കേ, കാരണം ഇതിൽ അധികം ഞാൻ ചെമ്പരത്തിയുടെ പൂവാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അവളുടെ തലമുടിയിൽ തേച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ വാവയുടെ താളിയൊക്കെ റെഡിയാക്കി കൊടുത്തു. ഇനി എൻ്റെ തലമുടി തേക്കാനുള്ള ഒരു ഹെയർ പാക്കാണിത്, ഒരു പ്രോട്ടീൻ പാക്കാണ് കേട്ടോ. മുട്ടയുടെ വെള്ളയും തൈരും ചേർത്തുള്ള ഒരു പാക്കാണിത്. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മുടെ തലമുടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും, മുടി നന്നായിട്ട് വളർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിലൊരു 3 തവണയൊക്കെ തേക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് തന്നെ വളരും, മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും, താരനൊക്കെ മാറിക്കിട്ടും. അപ്പം ഞാൻ തേക്കുന്ന ഒരു ഹെയർ പാക്കാണിത്, തരണം തേച്ച് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. മുടിയിലാണെങ്കിലും താളിയൊക്കെ തേച്ച് കഴുകിയിട്ടു. അപ്പോൾ മുടി നല്ല തിളക്കം വന്നു കേട്ടോ. അപ്പോൾ താളിയൊക്കെ തേച്ചപ്പോഴത്തേക്ക് തലയിൽ നല്ല തണുപ്പ് കിട്ടും. പിന്നെ ഫേസ് പാക്കൊക്കെ മുഖത്ത് തേച്ചപ്പോഴത്തേക്കും മുഖത്തുള്ള കരിവാളിപ്പൊക്കെ അത്യാവശ്യം മാറി കിട്ടിയായിരുന്നേ. അപ്പോൾ നല്ലൊരു പാക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.